നമസ്കാരം. അറബി ഭാഷയിലെ വാക്യഘടനയുടെ അടിസ്ഥാനം നമുക്കൊന്ന് നോക്കിയാലോ? പ്രധാനമായും രണ്ട് തരം വാക്യങ്ങളാണുള്ളത്: നാമപരം, പിന്നെ ക്രിയാപരം. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അറബി പഠിക്കുന്ന സമയത്ത് പലർക്കും ഒരു സംശയം വരാറുണ്ട്. ഈ രണ്ട് വാക്യങ്ങളൊന്ന് നോക്കിക്കേ. ത്വാലിബു യജ്തഹിദു, യജ്തഹിദു ത്വാലിബു. രണ്ടിൻ്റെയും അർത്ഥം ഏകദേശം ഒന്നു തന്നെയാണ്: വിദ്യാർത്ഥി പരിശ്രമിക്കുന്നു. പിന്നെ എന്തിനായി ഈ വാക്കുകൾ അങ്ങോട്ടിങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? അതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് അറബിയിലെ രണ്ട് തരം വാക്യങ്ങളിലാണ്. ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, അതായത് നാമപരമായ വാക്യം. രണ്ട് അൽ ജുംലത്തുൽ ഫിലിയ, അതായത് ക്രിയാപരമായ വാക്യം. സംഭവം സിമ്പിളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നാമപരമായ വാക്യം എന്താണെന്ന് നോക്കാം. ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഫോട്ടോ പോലെ സങ്കല്പിച്ചാൽ മതി. ഒരു നിശ്ചല ദൃശ്യം, അതായത് ഒരു പ്രത്യേക അവസ്ഥയെ അതുപോലെ ഒപ്പിയെടുക്കുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ? ഒരു നാമപരമായ വാക്യം എപ്പോഴും ഒരു നാമത്തിൽ, അതായത് ഒരു നൗണിലാണ് തുടങ്ങുക. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥിരമായ അവസ്ഥയെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ വിവരിക്കുക എന്നതാണ്. ഇവിടെ ഊന്നൽ എപ്പോഴും ആ ഒരു സ്ഥിരതയ്ക്കായിരിക്കും. ഇതിന് പ്രധാനമായിട്ടും രണ്ട് തൂണുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ. ഒന്നാമത്തേത് അൽ മുബ്തദ, അതായത് നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. രണ്ടാമത്തേത് അൽ ഖബർ, അതായത് പ്രെഡിക്കേറ്റ്. ഈ ഖബറാണ് മുബ്തദഇനെക്കുറിച്ച്, അതായത് കർത്താവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരുന്നത്. ഒരു ഉദാഹരണം നോക്കാം. അൽ മദ്രസത്തു മഫ്തൂഹത്തുൻ, സ്കൂൾ തുറന്നിരിക്കുന്നു. ഇതൊരു വസ്തുതയാണ് അല്ലേ? ഒരു സ്ഥിരമായ അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോട്ടോയുടെ കാര്യം ഓർമ്മയില്ലേ? അതുപോലെ ആ നിമിഷത്തിൽ സ്കൂളിന്റെ അവസ്ഥ എന്താണ് എന്ന് ഈ വാക്യം കൃത്യമായി പറയുന്നു. സ്കൂൾ തുറന്നിരിക്കുകയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. ശരി, അപ്പോൾ നാമപരമായ വാക്യം ഒരു ഫോട്ടോയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിനിമയാണ്. അതെ, ക്രിയാപരമായ വാക്യം. ഇതൊരു നിശ്ചല ദൃശ്യമല്ല, മറിച്ച് ചലനമുള്ള ഒരു പ്രവൃത്തി കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പോലെയാണ്. ഇവിടെ വാക്യം തുടങ്ങുന്നത് തന്നെ ഒരു ക്രിയയിൽ, അതായത് ഒരു വേർബിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഊന്നൽ അവസ്ഥയ്ക്കല്ല, മറിച്ച് പ്രവൃത്തിക്കാണ്. ആക്ഷൻ, ഒരു കാര്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു ചലനത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇതിന്റെ ഘടന വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ പ്രവൃത്തി, അതായത് ക്രിയ അല്ലെങ്കിൽ അൽ ഫഅൽ. അതിനുശേഷം വരുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നയാൾ, അതായത് കർത്താവ് അല്ലെങ്കിൽ അൽ ഫാഇൽ. അപ്പം നേരത്തെ ഉദാഹരണം തന്നെ നോക്കാം. തഫ്തഹുൽ മദ്രസ, സ്കൂൾ തുറക്കുന്നു. കണ്ടോ വ്യത്യാസം? തുറന്നിരിക്കുന്നു എന്ന അവസ്ഥയല്ല, മറിച്ച് തുറക്കുന്നു എന്ന ആക്ഷനാണ് ഇവിടെ വിഷയം. ഒരുപക്ഷേ അത് എല്ലാ ദിവസവും നടക്കുന്നൊരു കാര്യമായിരിക്കാം. നമ്മൾ പറഞ്ഞ ആ സിനിമയിലെ ഒരു ചലിക്കുന്ന സീൻ പോലെ. അപ്പോൾ ഈ ഫോട്ടോയെ സിനിമയാക്കാനും സിനിമയെ ഫോട്ടോയാക്കാനും പറ്റുമോ? അതായത് നാമപരമായ വാക്യത്തെ ക്രിയാപരമാക്കാനും തിരിച്ചും? തീർച്ചയായും പറ്റും. അതങ്ങനെ മാറ്റുമ്പോഴാണ് അറബി വ്യാകരണത്തിലെ ചില കിടിലൻ നിയമങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഒരു സുവർണ നിയമം എന്ന് തന്നെ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ക്രിയാപരമായ വാക്യം, അതായത് വെർബിൽ തുടങ്ങുന്ന വാക്യത്തിൽ കർത്താവ് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഒരുപാടുണ്ടെങ്കിലും ആ വെർബ് എപ്പോഴും ഏകവചന രൂപത്തിൽ, അതായത് സിംഗുലർ ഫോമിലായിരിക്കും. ഇതോർത്തുവെച്ചാൽ ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കാം. നമുക്ക് ദ്വിവചനത്തിലുള്ള ഒരു ഉദാഹരണം നോക്കാം. നാമപരമായ വാക്യം ഇങ്ങനെയാണ്: അത്വാലിബാനി യജ്തഹിദാൻ. ഇവിടെ അത്വാലിബാൻ എന്ന് പറഞ്ഞാൽ രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ അതിനനുസരിച്ച് ക്രിയയും ദ്വിവചനമായി, യജ്തഹിദാൻ. ഇനി നമുക്കിതിനെ ഒരു ക്രിയാപരമായ വാക്യമാക്കി മാറ്റാം. ആ വേർബിനെ എടുത്ത് മുന്നിലിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? യജ്തഹിദു ത്വാലിബാൻ. കണ്ടോ? കർത്താവ് രണ്ടുപേരുണ്ടായിട്ടും ആ വേർബ് യജ്തഹിദു ഏകവചനമായി മാറി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ റൂൾ. ഇനി ബഹുവചനമാണെങ്കിലോ? അപ്പോഴും നിയമം ഇതുതന്നെ. നാമപരമായ വാക്യത്തിൽ നോക്കൂ. അൽ ഫല്ലാഹൂന യസ്റഊന അൽ ഹുക്കൂൽ. ഇവിടെ അൽ ഫല്ലാഹൂൻ, അതായത് കർഷകർ, ബഹുവചനമാണ്. അപ്പോൾ ക്രിയയായ യസ്റഊന എന്നതും ബഹുവചന രൂപത്തിൽ തന്നെ വന്നു. ഇനി നമുക്കിതിനെ മാറ്റിമറിക്കാം. ആ വെർബിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവും? യസ്റഉൽ ഫല്ലാഹൂൻ അൽ ഹുക്കൂൽ. കണ്ടോ? ഇവിടെയും അതുതന്നെ സംഭവിച്ചു. കർത്താവ് ബഹുവചനമാണെങ്കിലും ക്രിയയായ യസ്റഉ ഏകവചന രൂപത്തിലേക്ക് മാറി. ഇത് അറബി വ്യാകരണത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, മറക്കരുത്. അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ആശയത്തിലേക്ക് കടക്കാം. ഒരു വാക്യത്തിനുള്ളിൽ മറ്റൊരു വാക്യം വരുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ?
അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പൂർണ്ണ വാക്യം, അതായത് ഫുൾ സെന്റൻസ്, ഒരു ഒറ്റ വാക്കിന്റെ ജോലി ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു നാമത്തിനോ വിശേഷണത്തിനോ ഒക്കെ കിട്ടുന്ന അതേ വ്യാകരണ സ്ഥാനം ഒരു വാക്യത്തിന് മുഴുവനായി കിട്ടും. ഇങ്ങനെ 7 തരം വാക്യങ്ങളുണ്ട്. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ ഉദാഹരണം, അൽ ഉമ്മു തുതഅമു ഇബ്നഹ, ഉമ്മ മകനെ ഊട്ടുന്നു. ഇവിടെ ഉമ്മ എന്ന കർത്താവിന്റെ ഖബർ, അതായത് ആഖ്യാതം, മകനെ ഊട്ടുന്നു എന്ന ഒരു മുഴുവൻ വാക്യമാണ്. അത്ഭുതമായിരിക്കുന്നുവല്ലേ? അതുപോലെ രണ്ടാമത്തേത് നോക്കൂ, ജാഅനി സദീഖി യദ്ഹക്, എന്റെ സുഹൃത്ത് ചിരിച്ചുകൊണ്ടുവന്നു. ഇവിടെ ചിരിക്കുന്നു എന്ന ആ ഒരു ഭാഗം സുഹൃത്തിന്റെ അവസ്ഥയെ കാണിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വാക്കുകളുടെ ക്രമം മാറ്റുന്നത് വെറുമൊരു കളി മാത്രമല്ല, അത് വളരെ പവർഫുള്ളായ ഒരു ടൂളാണ്. നമ്മൾക്കൊരു അവസ്ഥയെക്കുറിച്ചാണോ അതോ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് എന്നതിനനുസരിച്ച് വാക്യത്തിന്റെ ഘടന മാറ്റാൻ പറ്റും. നമ്മുടെ ഫോക്കസ് മാറ്റാനുള്ളൊരു സൂത്രവിദ്യ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പൂർണ്ണ വാക്യത്തിന് ഒരൊറ്റ വാക്കിന്റെ വിലയും സ്ഥാനവും നൽകാൻ കഴിയുന്ന ഒരു ഭാഷ, അതിന്റെ ഘടന എത്രമാത്രം ആഴമുള്ളതും അതേസമയം എത്ര മനോഹരവുമായിരിക്കും, അല്ലേ? ഭാഷ